ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ജിൽസ് വേൾഡ്. നമ്മുടെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു നെറ്റിപ്പട്ടെങ്കിലും വീട്ടിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ നെറ്റിപ്പട്ടം നമ്മൾ എവിടെ നിന്നാണ് വാങ്ങേണ്ടത്, എന്താണ് വാങ്ങേണ്ടത് എന്നൊക്കെ നമ്മൾ ആ സമയത്ത് മാത്രമാണ് ഡിസ്കസ് ചെയ്യുക. പിന്നെ ഇത് നമ്മൾ ക്ലാസ്സിനൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പൈസയും ഇത് പഠിക്കാനായിട്ട് മാത്രമല്ല, ഈ ഒരു നെറ്റിപ്പട്ടം നമുക്ക് വാങ്ങാൻ തന്നെ നല്ലൊരു മുതൽ മുടക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ നമുക്കിത് വീട്ടിൽ തന്നെ നമുക്ക് കുറച്ച് സമയം ചിലവാക്കി ഇപ്പോൾ നമ്മളൊന്ന് പഠിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ നെറ്റിപ്പട്ടം. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ ജോലിയോടൊപ്പം തന്നെ, നമ്മുടെ വീട്ടു ജോലിയോടൊപ്പം തന്നെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണിത്. അപ്പോൾ ഫ്രണ്ട്സ്, അധികം സമയം കളയാതെ തന്നെ നമുക്കിത് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ സെപ്പറേറ്റ് സാധനങ്ങളാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് ആവശ്യമായിട്ടുള്ള ക്ലോത്താണ്, ഇതൊരു വെൽവെറ്റ് സൈസ് ക്ലോത്താണിത്. അത് 2.5 അടി നെറ്റിപ്പട്ടാണ്. അതിൻ്റെ ഈ സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് ചെരിച്ച പോലെ നമ്മൾ നെറ്റിപ്പട്ടത്തിന് ഉണ്ടാകുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ മോൾ ഭാഗത്ത് ഹാങ് ചെയ്യാനായിട്ട് ഒരു ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ താഴെ നമുക്ക് ബെല്ല് തൂക്കാനായിട്ട് അവിടെയും ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ കുറച്ച് ബീഡ്സ് വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടാണ് ഇത് നിർമ്മിച്ചെടുക്കുന്നത്. അപ്പോൾ ആ ബീഡ്സ് ഒട്ടിക്കുമ്പോൾ അതിൻ്റെ ഗമ്മൊക്കെ ഒന്ന് പുറത്തേക്ക് കാണാതിരിക്കുകയും ചെയ്യും. ഇത് രണ്ടാമതൊരു ക്ലോത്തും കൂടി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ. പിന്നെ നമുക്ക് അതിലേക്ക് ബീഡ്സ് ഇങ്ങനെയാണ് വരുന്നത്. വലിയ ബീഡ്സ്, ചെറിയ ബീഡ്സ് അങ്ങനെ ആയിട്ടാണ് വരുന്നത്. ഇത് നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇതിനുപയോഗിക്കുന്ന ഗമ്മ് ഫെവി ബോണ്ടാണ്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച തുണിയുടെ മുകളിലായിട്ട് ഇതേപോലെ ഒരു ഗോൾഡൻ കളർ ഒരു ക്ലോത്തും കൂടെ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് നമ്മൾ ബീഡ്സ് വെക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ് കിട്ടും. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ സൈസ്, ആ തുണിയുടെ ഉള്ളിൽ നിൽക്കത്തക്ക വിധം ഞാൻ ഒരു ഗോൾഡൻ കളർ പീസും കൂടെ കട്ട് ചെയ്തിട്ട് അതിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബീഡ്സൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഫ്രെയിമിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യം തന്നെ കുറച്ച് മഫ്ലർ നൂലും വെക്കാൻ പാകത്തിന് കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ ഈ വലിയ ബീഡ്സ് ഇങ്ങനെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ കോച്ചിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ ഇത്ര തന്നെ ഉള്ളൂ പഠിക്കാനായിട്ട്. നമ്മൾ ഒരുപാട് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. നമ്മൾ കോച്ചിങ്ങിന് പോവുകയാണെങ്കിലും ഇതേപോലെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു വിചാരം ഉണ്ടായാൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിനുള്ള സാധനങ്ങൾ മേടിച്ച് നമ്മൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്താൽ മാത്രം മതി. നമുക്ക് നല്ല ഫിനിഷിങ്ങോടുകൂടി തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ആദ്യം തന്നെ നമ്മൾ തുണി കട്ട് ചെയ്ത അതേ ഷേപ്പിൽ തന്നെ നമ്മുടെ വലിയ ബീഡ്സ് പൊട്ടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ വളവ് ചെരിവൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. കാരണം ഇതിന് ശേഷം മാത്രമാണ് ഈ വളവ് വന്നെങ്കിൽ നമുക്കിത് പറിച്ചെടുക്കുകയെന്ന് പറ്റുന്ന കാര്യമില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഓരോന്നും ഒട്ടിച്ച് വരുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് വളവൊന്നും ഇല്ലാതെ തന്നെ അല്ലേ ഒട്ടിച്ചതെന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ അത് 1 ലെയർ വേണോ 2 ലെയർ വേണോ എന്നൊക്കെ ഓപ്ഷണലാണ്. അത് കൂടുതലായിട്ട് ഭംഗി നമുക്ക് ഫിനിഷിങ്ങോടുകൂടി നല്ല നെറ്റിപ്പട്ടായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ 2 ലെയർ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ ഞാനിതിൽ 2 ലെയറും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ പണി എന്ന് പറയുന്നത് അതിൻ്റെ ചെറിയ ബീഡ്സുകൾ ഫില്ല് ചെയ്യണതാണ്. അത് നമ്മൾ വിചാരിച്ചത്ര പെട്ടെന്ന് തന്നെ കഴിയില്ല. കാരണം നമുക്ക് കൂടുതൽ മുഴുവനായിട്ട് ഒട്ടിച്ചെടുക്കാനുണ്ട്. ആ ചെറിയ ബീഡ്സ് നമുക്ക് ഫ്രെയിമിലായിട്ടും വരുന്നുണ്ട്, സെപ്പറേറ്റ് നമുക്കത് കട്ട് ചെയ്തിട്ട് പാക്ക് ചെയ്തിട്ടും വരുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്തിട്ട് പാക്ക് ചെയ്തിട്ട് വരുന്നത് വാങ്ങുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഫെബി ബോണ്ട് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കതിൻ്റെ എല്ലാ ഭാഗത്തുമായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് ആദ്യം തന്നെ ഗണപതി മുഖം അതേപോലെ തന്നെ മൂലഗണപതിയൊക്കെ വെച്ചതിന് ശേഷം മാത്രം ചെറിയ ബീഡ്സ് വെക്കുന്ന ഒരു രീതിയുണ്ട്. അല്ലെങ്കിൽ ഇതേപോലെ ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഗണപതി മുഖമൊക്കെ വെക്കുന്ന ഒരു പതിവുമുണ്ട്. അപ്പം ഞാൻ ഇപ്പം 2 തരത്തിലും ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ ചെയ്ത് കാണിക്കുന്നത് ആദ്യം ചെറിയ ബീഡ്സ് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം മാത്രം അതിൻ്റെ മുകളിലായിട്ട് ഗണപതി മുഖം, ചന്ദ്രക്കലകൾ, നവഗ്രഹങ്ങൾ ഇതൊക്കെ മുകളിലായിട്ട് മാത്രം ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ കഴിയണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. കാരണം കുറേ സമയം എടുക്കുന്ന ഒരു പണിയാണ് ഈ ചെറിയ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളത്. പിന്നെ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നന്നായിട്ട് തന്നെ ഗമ്മ് ഇട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ ഗ്യാപ്പ് ഇല്ലാതെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമുക്ക് പിന്നീടത്തെ വലിച്ച് പറിച്ചെടുത്തിട്ട് വീണ്ടും ചെയ്യാമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അതുകൊണ്ട് ഓരോന്ന് ചെയ്യുമ്പോഴും ശ്രദ്ധിച്ച് മാത്രം ചെയ്തെടുക്കുക. കുറച്ച് സമയം ചിലവാക്കി നന്നായിട്ട് നല്ല വൃത്തിയോടുകൂടി ഫിനിഷിങ്ങോടുകൂടി ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണിത്. ഒരു നെറ്റിപ്പട്ടത്തിന് തന്നെ 2.5 അടി നെറ്റിപ്പട്ടത്തിന് തന്നെ 4000-ന് മുകളിൽ രൂപയുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ കുറച്ച് സമയം ചിലവാക്കുകയാണെങ്കിൽ നമുക്ക് നെറ്റിപ്പട്ടം നിർമ്മിച്ച് നമുക്ക് വരുമാനം ഉണ്ടാക്കാം. അത് നമ്മുടെ ജോലിയോടൊപ്പം തന്നെ ചെയ്യാവുന്നതാണ്. ശ്രമം കിട്ടുന്ന സമയങ്ങളിൽ
നമുക്ക് ഇതുപോലെ നെറ്റിപ്പട്ടം നിർമ്മിച്ച് നമുക്ക് വിൽക്കാവുന്നതാണ്. അത് ഓൺലൈനിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഫ്രണ്ട്സ്, നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ചെറിയ ബീഡ്സ് നമുക്ക് നെറ്റിപ്പട്ടത്തിൽ എല്ലാ ഭാഗത്തും ഒന്ന് ഫില്ല് ചെയ്തിട്ട് വരാം. നെറ്റിപ്പട്ടത്തിലെ മുഴുവൻ ബീഡ്സും ചെറിയ ബീഡ്സും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ഒട്ടിച്ചെടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ആദ്യം തന്നെ വെക്കേണ്ട മൂലഗണപതിയാണ്. മൂലഗണപതി വെച്ചതിന് ശേഷം മാത്രമാണ് ഗണപതി മുഖം വെച്ച് കൊടുക്കുന്നത്. അത് നിങ്ങൾ നോക്കുക, ഈ ശരിയായിട്ടുള്ള സ്ഥലത്ത് മാത്രം സെൻട്രലായിട്ട് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് പാർവതിയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ വലതുവശത്ത് സരസ്വതിയും ഇടതുവശത്ത് ലക്ഷ്മിയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മൂലഗണപതിയുടെയും ഗണപതി മുഖത്തിൻ്റെയും നാല് പുറത്തുമായിട്ട് ചിന്തുപൊളിയാണ് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ചന്ദ്രക്കല 3, 7, 9 അങ്ങനെയാണ് വെച്ച് കൊടുക്കേണ്ടത്. ഞാൻ 7 ചന്ദ്രക്കലയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ആ ചന്ദ്രക്കല ഓരോന്ന് വെച്ച് കൊടുക്കുമ്പോഴും ഇടയിലൊരു ഗ്യാപ്പ് വരണം. കാരണം ഒരു ബീഡ്സ് അതിൻ്റെ ഇടയിലൊന്ന് വെച്ച് കൊടുക്കാനായിട്ടുള്ള ഗ്യാപ്പ് വേണം. അതിന് ശേഷമാണ് നവഗ്രഹങ്ങൾ വെച്ച് കൊടുക്കേണ്ടത്. അത് ഒരേ ഗ്യാപ്പ് അനുസരിച്ച് മാത്രം വെച്ച് കൊടുക്കണം. അതിനുശേഷം അഷ്ടവസ്തുക്കളും കൂടെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ലാസ്റ്റ് സപ്തർഷികളും കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെറ്റിപ്പട്ടത്തിൻ്റെ 1/4 ഭാഗം പണി പൂർത്തിയായിട്ടുണ്ടാവും. പിന്നെ മൂലഗണപതിയുടെ ചുറ്റുമായിട്ടും ഗണപതി മുഖത്തിൻ്റെ ചുറ്റുമായിട്ടൊക്കെ ചിന്തുപൊളിയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ചിന്തുപൊളി ഇതേപോലെ ഫ്രെയിമിലാണ് വരുന്നത്. അത് അതിൻ്റെ ചുറ്റുമായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് അങ്ങനെ റെഡിമെയ്ഡായിട്ടും വരുന്നുണ്ട്. പിന്നെ സരസ്വതിയുടെ ചുറ്റുമായിട്ടും ലക്ഷ്മിയുടെ ചുറ്റുമായിട്ടും ഇത്തിരി വലിയ ബീഡ്സും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഓപ്ഷണലാണ്, നമുക്ക് ഇഷ്ടാനുസരണം വെച്ച് കൊടുക്കാവുന്നതാണ്. അത് നമുക്ക് അങ്ങനെ ഒരു സെറ്റായിട്ട് വരുന്നുണ്ട്. അത് വെച്ച് കൊടുത്താലും മതി. ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നോരോന്ന് വെച്ച് കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ഹാങ് ചെയ്യാൻ പിടിപ്പിച്ചതിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അവിടെ ഒന്ന് ബലം കിട്ടാനായിട്ട് നമുക്ക് സ്കെയിൽ പോലുള്ള മരത്തിൻ്റെ ഒരു പീസാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരേ ലെവലിൽ തന്നെ കറക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടും. അതിന് ഞാൻ അതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ് മഫ്ലർ പിടിപ്പിക്കുക എന്നുള്ളത്. മഫ്ലർ നമുക്ക് കെട്ടി കൊടുക്കണം. അതേപോലെ നമുക്ക് ഏതെങ്കിലും ഒരു മോൾഡ് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു അളവ് കറക്റ്റായിട്ട് ഒരേ അളവിൽ എടുക്കാൻ പാകത്തിന് എന്തെങ്കിലും ഒരു സാധനം എടുക്കുക. ഞാൻ ഈ കമ്മലൊക്കെ ഹാങ് ചെയ്യണ ഒരു സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 10ഓ 12ഓ ചുറ്റി കൊടുക്കുക. അതിനുശേഷം 2 സൈഡും ഒരേ ഭാഗത്തേക്ക് വരത്തക്ക വിധം എടുത്ത് നമ്മൾ ആദ്യം തന്നെ ഒരു ത്രെഡ് കെട്ടി വെക്കണം. അതിലേക്ക് ഇതേപോലെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. അതിനുശേഷം ഇതേ
ഇതേപോലെ ഇങ്ങോട്ട് വലിച്ചിറുക്കി കൊടുക്കുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം കൂടി കാണിച്ചു തരാവുന്നതാണ്. ഒരു 10ഓ 12ഓ ചുറ്റ് നമ്മൾ ചുറ്റി കൊടുക്കുക. നമുക്ക് അങ്ങനെ കറക്റ്റ് അളവൊന്നുമില്ല, നമ്മൾ ഒരെണ്ണത്തിൽ എത്രയാണോ എടുത്തത് അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാത്തിലും എടുക്കുക. നമുക്ക് നെറ്റിപ്പട്ടത്തിൻ്റെ ചുറ്റിലും വെക്കേണ്ടതാണ്. പിന്നെ 2 മുറിച്ച അറ്റവും ഒരേ സൈഡിലേക്ക് ആക്കത്തക്ക വിധം അങ്ങനെ എടുക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ കൈ 2 വിരൽ 2 എടുത്തതിന് ശേഷം ഇതേപോലെ ഉള്ളിലേക്ക് എടുത്ത് ഇങ്ങോട്ട് വലിച്ച് ഇറുക്കി കൊടുക്കുക. എന്നിട്ട് അറ്റത്തേക്ക് തന്നെ ഒന്നിച്ച് കൂട്ടി വെക്കുക. ഇങ്ങനെയാണ് മഫ്ലർ ചുറ്റി കൊടുക്കേണ്ടത്. ഇങ്ങനെ ഇതേപോലെ നമുക്ക് വേണ്ടപ്പെട്ട കളർ മുഴുവൻ ചുറ്റി കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ മഫ്ലർ എല്ലാം കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെറ്റിപ്പട്ടത്തിൻ്റെ സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഒട്ടിച്ചു കൊടുക്കലും ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല, കാരണം കറക്റ്റ് പൊസിഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവാതിരിക്കാനായിട്ടാണ് ഞാൻ കാണിക്കാതിരിക്കുന്നത്. പിന്നെ നെറ്റിപ്പട്ടത്തിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് കൂടുതൽ ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റാറോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും നമുക്ക് വാങ്ങിയിട്ട് നമുക്ക് അതിൽ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അത് നമുക്ക് എത്ര എണ്ണം വേണമെന്നൊന്നുമില്ല, നമ്മളൊരു 5 എണ്ണമാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഏറ്റവും ലാസ്റ്റ്, നെറ്റിപ്പട്ടത്തിൻ്റെ ഏറ്റവും ലാസ്റ്റാണ് ബെല്ലിട്ടിട്ട് കുഞ്ചലം കെട്ടി കൊടുക്കേണ്ടത്. അത് ഈ മഫ്ലർ തന്നെ ചുറ്റി കെട്ടിയിട്ടാണ് ചെയ്യുന്നത്. അത് ഏറ്റവും ലാസ്റ്റാണ് ചെയ്യുന്നത്. ഞാനൊരു കേക്ക് ബോർഡ് എടുത്തിട്ടാണ്, നമുക്ക് ഏത് അളവിലാണോ വേണ്ടത് അതിനനുസരിച്ച് നല്ല തിക്കിൽ തന്നെ ഇരുന്നോട്ടെ. നമുക്ക് അങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് ഞാൻ 3 കളറാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. നെറ്റിപ്പട്ടത്തിൽ മഫ്ലർ വെച്ചിരിക്കുന്നത് 3 കളറാണ്. ആ കളർ തന്നെയാണ് ഞാൻ കുഞ്ചലത്തിലേക്കും വെച്ച് കൊടുക്കുന്നത്. പൊതുവെ ആനകൾക്കൊക്കെ ഇതേപോലത്തെ ഒരു കളറാണ് ഉണ്ടാവുക. ഇത് മുഴുവനായിട്ട് കെട്ടി കൊടുത്തതിന് ശേഷം അതിലേക്കൊരു മഫ്ലറും കൂടി ഇട്ട് നന്നായിട്ട് ഇറുക്കി കെട്ടിയതിന് ശേഷം നമുക്കത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് ട്രഡീഷണലായിട്ട് ആനയ്ക്കൊക്കെ നെറ്റിപ്പട്ട ഉണ്ടാക്കുന്ന സമയത്ത് ഈ ബീഡ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വീടുകളിൽ ആനയ്ക്ക് നെറ്റിപ്പട്ടം വെക്കുമ്പോൾ ഭംഗി എങ്ങനെയാണോ അതേപോലെ തന്നെ നല്ല ഭംഗിയോട് കൂടി തന്നെയാണ് നമുക്ക് വീട്ടിൽ വെക്കുമ്പോഴും ഉണ്ടാവുക. ആ കുഞ്ചലം കൂടി കെട്ടിക്കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ നെറ്റിപ്പട്ടത്തിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യൂ. ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ശരിയായില്ല പറഞ്ഞ് പിന്മാറേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ ആദ്യം ശരിയായിട്ടില്ലെങ്കിൽ അത് നമ്മുടെ വീടുകളിൽ തന്നെ വെക്കാം. നമുക്ക് തുടർന്ന് ഉണ്ടാക്കുന്നത് നമുക്ക് സെയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നൊരു മാർഗ്ഗമാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ